ചിണ്ടു, നീ അവിടെ എന്ത് ചെയ്യാ? അമ്മ ഞാൻ ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കണം. എനിക്ക് കുറച്ച് സമാധാനം തരുമോ? ഓ, ഈ ചെറുക്കൻ എപ്പോ നോക്കിയാലും ഫ്രീ ഫയർ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. ചിണ്ടു, മര്യാദയ്ക്ക് ഫോണിന് തന്നെ. നീ ആദ്യം പോയി ഹോംവർക്ക് ചെയ്യും. അമ്മ ഞാനത് രാത്രി ചെയ്തോളാന്നേ. രാത്രി ചെയ്യാന്നോ? അതൊന്നും പറ്റത്തില്ല. നീ മര്യാദയ്ക്ക് ഫോണിന് തന്നെ. അമ്മ ഒന്ന് പോയി, ഞാൻ കളി തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ ഇടയ്ക്കാണ്. നിക്ക്, ഞാൻ പറഞ്ഞ നീ കേക്കില്ലെന്നറിയാം. അച്ഛൻ വരട്ടെ. ചിണ്ടു, ആ വാ, നിങ്ങളത് കണ്ടില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ പരിപാടി? ചിണ്ടു, അച്ഛനെന്താ മോന് കൊണ്ടുവന്നേ നോക്കിയേ. അച്ഛാ, എനിക്കെന്താ കഴിക്കാൻ കൊണ്ടുവന്നേ? കഴിക്കാൻ ഞാനൊന്നും കൊണ്ടുവന്നില്ലടാ. നിനക്ക് ഞാനൊരു പാവക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ട്. പാവക്കുട്ടിയാ? എനിക്ക് എന്തിനാച്ചാ പാവക്കുട്ടി? റിമോട്ട് കയറി വാങ്ങിക്കൊണ്ടിരല്ലേ ഞാൻ പറഞ്ഞേ. എന്തിന്? അതിന്റെ പരിപ്പിളക്ക് മോട്ടർ എടുക്കാനോ? മിണ്ടായിരുന്നോണോ? നിനക്ക് കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു ഐറ്റാണ് മോനെ. ടൊണ്ടൊടേങ്. ഇതെന്താണ് അച്ഛാ? ചിണ്ടു, ഇതൊരു സാധാരണ പാവല്ല മോനെ. നമ്മൾ പറയുന്നതൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യും. ദാ. ഹായ്. എന്താ അച്ഛ ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ? ഒന്നടങ്ങ് ചിണ്ടു, ഞാനിത് നാണാക്കട്ടെ. ഇപ്പൊ ഒന്ന് നോക്കിയേ. ഹായ്. ഏ, എന്താ അച്ഛാ ഇത് ഡാൻസ് ഒക്കെ കളിക്കുന്നേ? അതെ, എന്താ അമ്മ ഞാൻ പറയുന്നതെല്ലാം തിരിച്ചു പറയുന്നേ? അച്ഛാ, എനിക്ക് ഈ പാവ് ഭയങ്കര ഇഷ്ടായ അച്ഛാ. കളിച്ചു കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള സ്വിച്ച് ഇങ്ങനെ അമർത്തിയിട്ടുണ്ടല്ലോ, ഓഫായി കിട്ടും. അച്ഛാ, ഞാൻ ഈ പാവയും കൊണ്ട് അകത്ത് പോയി കളിച്ചിട്ട് വരെ. ആ ശരി ശരി, നീ പോയി കളിച്ചിട്ട് വാ. കണ്ടോടി അവന്റെ സന്തോഷം. ഇതിന്റെ കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഇനി ഹോംവർക്ക് ഒട്ടും ചെയ്യില്ല. ABCD 1 2 3 4 ജാലി ജിംഖാന. എന്റെ പേര് ചിണ്ടു. ഞാൻ 1ാം ക്ലാസ്സിലാ പഠിക്കണേ. എനിക്ക് മാത്സ് പഠിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നിന്റെ പേരെന്താ? ചിണ്ടു, കളിച്ചത് മതി, വന്ന് ഭക്ഷണം കഴിച്ചേ. ശരിയെന്നാ, ഞാൻ പോയി കഴിച്ചിട്ട് വരാവേ. നീ ഇപ്പൊ പോയിട്ട് വന്നു പറഞ്ഞോ? ശരി, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. എടാ ലൗഡ് ഗോപി, ചിണ്ടു കഴിക്കാൻ വരുന്നില്ലേ? ആ അമ്മ അതേ വരുന്നു. നീ ഇപ്പൊ തിരിച്ചെന്തേലും പറഞ്ഞോ? നീ കള്ളം പറയല്ലേ? ഇതൊരു സാധാരണ പാവല്ല മോനെ. നമ്മൾ പറയുന്നതൊക്കെ ഇത് റിപ്പീറ്റ് ചെയ്യും. ചിണ്ടു, എന്തു പറ്റി? കഴിച്ചേ? ആ കഴിക്കാം അമ്മേ. അമ്മ, ആ പാവക്കുട്ടി അച്ഛൻ എവിടെന്നാ മേടിച്ചേ? അത് നിന്റെ അച്ഛൻ എവിടെ മേടിച്ചെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ പാവയോട് നമ്മൾ സംസാരിച്ചാൽ നമുക്ക് റിപ്ലൈ തരില്ലല്ലോ അല്ലേ? റിപ്ലൈ എങ്ങനെ ചെയ്യുന്ന ചിണ്ടു? നമ്മൾ പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യും. ഓക്കേ. എടാ നോക്ക്, അതില് മോട്ടർ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയേ. അതെങ്ങനെ അഴിച്ചെങ്ങനെ നോക്കിയാലുണ്ടല്ലോ, എന്നെ അറിയാലോ നിനക്ക്. അമ്മ, എനിക്ക് മതി, ഞാൻ കളിക്കാൻ പോവാ. കഴിച്ചിട്ട് പോടാ. അമ്മ മതി അമ്മ. ഡാ ഞാൻ കഴിച്ചു. നീ കഴിച്ചായിരുന്നോ? ഓ, നീ എന്നോട് സംസാരിക്കുന്ന പോലെ എല്ലാവരോടും സംസാരിക്കോ? അപ്പോ നിന്റെ പേരെന്താ? അതാണോ? അതെന്റെ അമ്മ ഇട്ട പേരാന്നേ. ഞാൻ ഈ ഒച്ചയും ബഹളൊക്കെ ഉണ്ടാക്കുന്നോണ്ട് എന്റെ അമ്മ എന്നെ അങ്ങനെ വിളിക്കാറ്. ഇത് കൊള്ളാം ചിണ്ടു, നമ്മൾ രണ്ടുപേരും ഒച്ച വെക്കുന്നുണ്ട്. എനിക്കും ആ പേര് തന്നെ മതി, ലൗഡ് ഗോപി. ഓക്കെ, നന്നായിട്ടുണ്ട്.
നിനക്ക് എന്താ വേണ്ടേന്ന് പറ. എന്ത് വേണമെന്ന് ചോദിച്ചാ ഞാൻ തരാനേ. എനിക്ക് ഡയറി മിൽക്ക് വേണം. അത്രേ ഉള്ളോ? ഫസ്റ്റ് നീ എനിക്കത് താ, എന്നാ ഞാൻ നിന്നെ വിശ്വസിക്കാതെ. അപ്പൊ എന്നെ നിനക്ക് വിശ്വാസമില്ല അല്ലേ? ശരി, നീ മന്ത്രം ചൊല്ല്. അബ്രാക്കഡബ്ര, എടാ ഇത് പഴയതല്ലേ. ജി ബൂംബ. അയ്യോ അതൊന്നും വേണ്ട. നീ ലൗഡ് ഗോപി 3 വട്ടം പറഞ്ഞു നോക്കി. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. വാവ്, ഡയറി മിൽക്ക്. താങ്ക് യു. ചിണ്ടു നീ അവിടെ എന്തെടുക്കുക? അമ്മ, ഈ ചോക്ലേറ്റ് എവിടുന്നാ? കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഗോപാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് തന്നതാവൻ. ബാഗിൽ വെച്ചിട്ട് ഇപ്പഴാ എടുക്കുന്നേ. ഇപ്പൊ ചോറ് കഴിച്ചില്ലുള്ളൂ, അതിനിപ്പൊ കഴിക്കണ്ട. ആദ്യം പോയി ഹോംവർക്ക് ചെയ്യ്. നോക്ക്, ഞാൻ പോയിട്ടങ്ങ് വരും. അപ്പോഴേക്കും ഹോംവർക്ക് ചെയ്ത് തീർത്തോളണം. അമ്മേ, രക്ഷപ്പെട്ടു. നീ നന്നായി ഉരുണ്ട് കളിക്കുന്നുണ്ടല്ലോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. എനിക്കൊരു ഡൗട്ട്. നീ എന്നോട് സംസാരിക്കുന്ന ആരെങ്കിലും കണ്ടുപിടിച്ചാലോ? ഞാൻ ആരോടും പറയില്ല. നീ ആരോടും പറയാതിരുന്നാ മതി. ഞാൻ ആരോടും പറയില്ല. നിന്റെ അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞത്? നീ ഹോംവർക്ക് ചെയ്തില്ലേ? ഓ അതോ, അത് നൈറ്റ് ഇരുന്ന് എഴുതണം. എന്നാ ഞാൻ നിനക്ക് എഴുതി തരട്ടെ. നീ ഹോംവർക്കും ചെയ്യോ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാന്ന്. എന്റെ കൈയക്ഷരത്തിലോ? നിന്റെ നോട്ട് എടുത്ത് മുന്നിൽ വെക്ക്. ഇനി നീ മന്ത്രം ചൊല്ല്. ലൗഡ് ഗോപി, ലൗഡ് ഗോപി, ലൗഡ് ഗോപി. ഇനി നീ ബുക്ക് എടുത്ത് നോക്കിയേ. എന്റെ അമ്മേ, നീ എല്ലാം ചെയ്തല്ലോ. വളരെ നന്ദി. ഗോപി, 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 ഇതെന്താ സംസാരിക്കാത്തെ? ഗോപി, ഓ, ഇത് ചാർജ് ഇല്ലെങ്കിൽ സംസാരിക്കില്ലല്ലേ? 1 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ശരി, ഓക്കെ, എങ്കിൽ ഇത് ചാർജിലിട്ടേക്കാം. എന്നിട്ട് നൈറ്റ് സംസാരിക്കാം. ഹായ്. ഹായ് ഗോപി. ഹായ് ചിണ്ടു, ചാർജ് ചെയ്തതിൽ നന്ദി. അമ്മേ, നീ സംസാരിച്ചല്ലോ. ഞാൻ വിചാരിച്ചു നീ ചത്തുപോയെന്ന്. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണോ? അതേന്നേ, ഞാൻ പേടിച്ചു പോയി. പിന്നെ നിനക്ക് ചാർജിലെന്ന് മനസ്സിലായപ്പോഴാണ് നിന്നെ ഞാൻ ചാർജിലിട്ടെ. ഈ റൂമിൽ നീ ഒറ്റയ്ക്കാണോ കിടക്കാറ്? ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല. എനിക്ക് പേടിയാ. എന്റെ അമ്മ എനിക്ക് കൂട്ടി കിടക്കുന്നേ. എന്റെ അച്ഛൻ ഒറ്റയ്ക്കാ കിടക്കാറ്. പുള്ളി ഭയങ്കര ധൈര്യശാലിയാ. അപ്പൊ നിന്റെ അച്ഛൻ എത്ര തവണ നിന്നെ പേടിപ്പിച്ചിട്ടുണ്ട്? 3 തവണ പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ധൈര്യശാലിയാണല്ലോ. ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് എന്റെ അച്ഛനെ പേടിപ്പിക്കണം. അതാണ് എന്റെ ആഗ്രഹം. അത്രേ ഉള്ളോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു. എനിക്കൊരു എന്റർടൈൻമെന്റ് ആവും. ഞാൻ പോയിട്ട് വരാം. ബൈ. എവിടെ പോയി? ചിണ്ടു നീ അവിടെ എന്തെടുക്കുക? ഉറങ്ങണ്ടേ? അമ്മ, ഉറങ്ങാം അമ്മ. ടൈമായി, പോയി ഉറങ്ങാൻ നോക്ക്. അമ്മേ, എന്താ ഒരു സൗണ്ട്? ഓ, ഈ പാവ എങ്ങനെ ഇവിടെ വന്നേ? ഓ, ചിണ്ടു മോനെ. മിണ്ടായിരിക്കുന്നുണ്ടോ? ഉറങ്ങാൻ നേരത്താണ് ഇവിടെ. എന്താ പിന്നെ ആ ശബ്ദം കേൾക്കുന്നേ? ഇതിപ്പോ തന്നെ ഓഫ് ചെയ്തല്ലേ? ഈ പാവെന്തേ കാണിക്കുന്നേ? ഓഫ് ചെയ്യുമ്പോ ഓണാവുന്നു. ഈ എന്താ ആളെക്കളിയൊക്കെ? അവിടെ മിണ്ടാതിരുന്നോളാം. ആളെക്കളിയൊക്കെ ഈ പാവ ഇതവിടെ പോയി? ഇതും കാണുന്നില്ലല്ലോ.
ഏ, 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 അയ്യോ